വാർത്തയിലേക്ക്. കോഴിക്കോട് കട്ടിപ്പാറയിൽ മണ്ണിടിച്ചിലുണ്ടായ മണ്ണാത്തിയേറ്റ് മലയുടെ താഴ്വാരത്ത് താമസിക്കുന്ന ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. 2018 കരിഞ്ചോല ദുരന്തമുണ്ടായതിന് മറുഭാഗത്താണ് ഇപ്പോൾ മണ്ണും പാറയും അടക്കമുള്ള ഭാഗം ഇടിഞ്ഞു വീണിട്ടുള്ളത്. മഴ നിർത്താതെ പെയ്യുന്ന സാഹചര്യത്തിൽ ഭീതിയിലാണെന്ന് നാട്ടുകാർ. കട്ടിപ്പാറ മണ്ണാത്തിയേറ്റ് മലയിൽ രാവിലെ 10 മണിയോടെയാണ് ഈ മണ്ണിടിച്ചിലുണ്ടാകുന്നത്. വലിയ പാറ കഷ്ണങ്ങൾ പൊട്ടി താഴേക്ക് വരികയായിരുന്നു. ഇപ്പോഴും അവിടെ ഈ പാറയിൽ വിള്ളലുള്ളതായാണ് നാട്ടുകാർ പറയുന്നത്. ഇവിടെ ഈ പ്രദേശത്ത് ഏകദേശം ഈ മലയുടെ താഴ്വാരത്ത് ഏകദേശം 21 വീടുകളാണ് ഉള്ളത്. എന്തായാലും ഇവിടെയുള്ള ആളുകളെ എത്രയും പെട്ടെന്ന് മാറ്റിപ്പാർപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഈ ദുരന്ത നിവാരണ അതോറിറ്റിയും ഈ പഞ്ചായത്ത് അധികൃതരും അത്തരത്തിലുള്ള ആളുകളൊക്കെയുള്ള യോഗത്തിൽ തീരുമാനമായത്. ഏകദേശം ഉച്ചയ്ക്ക് 2 മണിയോടെ ഇവിടെ ഒരു യോഗം, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിൽ ഒരു യോഗം ചേർന്നിരുന്നു. ഈ മലയുടെ താഴ്വാരത്ത് നിറയെ വീടുകളാണ്, അവിടെ താമസിക്കുന്ന ആളുകളാണ് നമുക്കൊപ്പമുള്ളത്. ചേട്ടാ, ഇതിപ്പോ എത്ര മണിയോടെയായിരുന്നു സംഭവം ഉണ്ടായത്? ഇതൊരു 9:30 അപ്പൊ എന്തായിരുന്നു, എങ്ങനെയാ മനസ്സിലായത്? ഇങ്ങനെ മണ്ണിടിച്ചിലാണോ, എന്താ പറ്റി? പാറ പൊടിഞ്ഞു വീഴുന്ന ഒച്ചേട്ടാ, പാറ വലിയ സൗണ്ടില് പാറ ഉരുളുന്ന ഒച്ചേട്ടാ. ഇത് മുന്നേ ഇവിടെ ഇങ്ങനെ ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായിട്ടുണ്ടോ? പണ്ട് കാലത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. 75-ലൊക്കെ അങ്ങനെ ഇടിഞ്ഞിട്ടുണ്ട് മല. ഇവിടെ ഇപ്പൊ എത്ര വീടുകളാണ് ഉള്ളത്? എത്ര കുടുംബങ്ങൾ ഇവിടെ താമസിക്കും? കുടുംബങ്ങൾ അതിന്റെ താഴെ ഭാഗത്ത് താമസിക്കുന്നുണ്ട്. അവരിപ്പം പറഞ്ഞാൽ ഇവിടെ അടുത്ത് റോഡ് സൈഡിൽ തന്നെയാണ്. പക്ഷേ മല ഇങ്ങോട്ട് കല്ല് ഉരുണ്ട് വന്നാലേ അവിടെ വരുമെന്ന് പറയാൻ പറ്റില്ല. അതാണ് ഭീഷണി. പിന്നെ മഴ ഇങ്ങനെ നീണ്ടു നിൽക്കുകയാണ്. മഴ നീണ്ടു നിൽക്കുന്നതുകൊണ്ടേ മഴ മാറുന്നൊരു കോലം കാണുന്നില്ലല്ലോ. അപ്പോൾ അത് വലിയൊരു വിഷമമാണ്. എന്തെങ്കിലും പറ്റിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതിനു മുൻപേ ഇവിടെ ഈ മലേന്റെ മറുഭാഗത്ത് ഇത്തരത്തില് മണ്ണിടിച്ചിലുണ്ട്. 18-ല് മറ്റേ കരിഞ്ചോല ദുരന്തം. കരിഞ്ചോല എന്ന് പറഞ്ഞാൽ ഈ മല ഇപ്പൊ കാണുന്ന, നിങ്ങൾ ഈ കാണുന്ന മലയുണ്ടല്ലോ, ആ മലയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ അന്ന് അവിടെ ഉരുൾപൊട്ടലുണ്ടായത്. അത് പാറകളല്ല, അത് മണ്ണിടിഞ്ഞിട്ട് കണ്ടമാനം മൂടിപ്പോയതാണ്. അപ്പോൾ അതിന്റെ നേരെ തിരിച്ച ഭാഗത്താണ് ഇപ്പം ഇത് സംഭവിച്ചത്. ഇത് രാവിലെ 10 മണിയോടെയാണ് ഈ പ്രദേശത്ത് ഇത്തരത്തിലുള്ള സംഭവം നടക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് നമ്മുടെ കൂടെ. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീടും ഈ ഒരു സ്ഥലത്ത് തന്നെയാണ്. അതെ അതെ അതെ, ഏറ്റവും ഭീഷണി നേരിടുന്നത് ഞാൻ തന്നെയാണ്. നേരെ ആ ചെരുവിൽ വരുന്നത് എൻ്റെ വീട്ടിലേക്ക് ഫസ്റ്റ് വരികയാണ്. നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും മാറ്റിയിട്ടുണ്ട്. ഇവിടുന്ന് എല്ലാവരും, വീട്ടിലെ അമ്മയും ഭാര്യയും കുട്ടികളെല്ലാം മാറ്റി വിടുന്നു. ഇവിടെ ഇപ്പൊ ഈ വീടുകളിലുള്ള എല്ലാവരും ഇപ്പൊ മാറ്റിയിട്ടുണ്ടോ? ക്യാമ്പ് തുടങ്ങാനുള്ള കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും? ക്യാമ്പുകളിലേക്ക് ആരും ആവശ്യപ്പെട്ടില്ല. എല്ലാവരും ബന്ധുവീടുകളിലേക്ക് മാറുകയാണ് പറഞ്ഞിരിക്കുന്നത്. ക്യാമ്പ് നമ്മൾ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ നമ്മൾ ഏർപ്പെടുത്തിയിരുന്നു. നമുക്ക് നമ്മുടെ കട്ടിപ്പാറ തന്നെയുള്ള UP സ്കൂളിൽ തന്നെ അറേഞ്ച്മെന്റ് ചെയ്തിരുന്നു നമ്മൾ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇതിന്റെ പരിശോധനകളൊക്കെ നടന്നു. ഇതിന്റെ പരിശോധന ഇന്ന് ആ സൈറ്റിൽ ഇപ്പം തഹസിൽദാരും അതുപോലെ തന്നെ റെസ്ക്യൂ ടീമും അവർ നേരിട്ട് പോയിരുന്നു. അതിനുശേഷം അവർ ജിയോളജി ഡിപ്പാർട്ട്മെന്റ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ അടിയന്തരമായിട്ട് വന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞാൽ ജിയോളജിക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. അവർ അടിയന്തരമായിട്ട് ഇങ്ങനെ അടിയന്തരമായി ഇടപെടേണ്ട ഒരു സാഹചര്യമാണോ? എങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ എങ്ങനെയാണെന്നാണ് പറഞ്ഞത്? അത് അടിയന്തരമായിട്ട് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. എന്നുവെച്ചാൽ താഴെയുള്ള ആളുകൾക്ക് ഇപ്പം ഇങ്ങനെ മഴ നിൽക്കുകയാണെങ്കിൽ അടിയന്തരമായിട്ട് ഇടപെട്ടില്ലെങ്കിൽ കല്ലുകൾ പിന്നെയും താഴേക്ക് വരാൻ സാഹചര്യമുണ്ടത്. പക്ഷേ അവർ ഈ ടെക്നിക്കൽ ടീം വന്ന് നോക്കിയെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ചില പിന്നെയും കല്ലുകൾ അവിടെ പോരാൻ വേണ്ടി നിൽക്കുന്ന ധാരാളം കല്ലുകളുണ്ട്. വന്ന് നിൽക്കുന്ന കല്ലുകൾ അവിടെ നിന്ന് പിന്നെയും താഴേക്ക് നിരക്കി പോരാൻ സാധ്യതയുണ്ട്. മുകളിൽ നിന്ന് അതുപോലെ കല്ലുകൾ ഇനി അടന്നു വീഴാൻ സാധ്യതയുണ്ട്. ഇവിടെ താമസിക്കുന്ന ആളുകളാണോ? ഇവിടെ അടുത്ത് തന്നെയുള്ള അടുത്ത ആളുകളാണ്, ട്രോമാക്കാരിലുള്ള ആളുകളാണ്. അപ്പൊ എങ്ങനെയാണ് ഈ സ്ഥലത്തിന്റെ അവസ്ഥ? ഇപ്പൊ എങ്ങനെയാണ് പ്രദേശം, എങ്ങനെയാണ്? മണ്ണിടിച്ചിൽ ഭീഷണി നേരത്തെ നേരിടുന്ന പ്രദേശമാണോ? അതെ, നേരത്തെ കരിഞ്ചോല ദുരന്തം ഉണ്ടായത് ഇതിന്റെ തൊട്ടപ്പുറത്തെ മലയിലാണ്. അതിന്റെ ഭാഗമായിട്ട് ഈ ഭാഗത്ത് തന്നെ കുറച്ച് മുകളിലായിട്ട് ഒരു ഇടിച്ചിലുണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇടിയാൻ സാധ്യതയുള്ള ഏരിയ തന്നെയാണ്. ഇവിടെ തന്നെയാണോ വീട്? ഇവിടെ തന്നെയാണ്, തൊട്ടടുത്താണ് വീട്. ഈ ഒരു പ്രദേശം മൊത്തത്തിൽ ഒരു അപകട സാധ്യത ഉള്ള ഒരു പ്രദേശം തന്നെയാണ്. കരിഞ്ചോല അറിയാലോ, 8 വർഷങ്ങൾക്ക് മുമ്പ് ഒരു 10-14 പേരുടെ ജീവൻ അപകരിച്ചു. അതിന് നേരെ ഓപ്പോസിറ്റാണ് ഇപ്പോൾ ഈ ആ സമയത്ത് ഈ ഭാഗത്ത് ഉരുൾ പൊട്ടിയിട്ടുണ്ടായിരുന്നു. മണ്ണാത്തിയേറ്റ് മല എന്നാണ് ഇത് പറയാം. ഇത് ഒക്കെ ഈ പാറയ്ക്കടിയിൽ മേലെ നിൽക്കുന്ന മണ്ണാണ്. ഇങ്ങനെ മഴ തുടരുകയാണെങ്കിൽ അപകട സാധ്യത വളരെ അധികമായിരിക്കും. ഏകദേശം 10-40 കുടുംബങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു ഇതാണ്. ഇപ്പം എല്ലാവരെയും മാറ്റിയിട്ടുണ്ട്. എന്നാൽ പോലും ഇത് നീണ്ടു നിൽക്കുന്നത് വലിയൊരു ബുദ്ധിമുട്ടിന് തന്നെ കാരണമാവും. ഇത് തന്നെയാണ് ഈ പ്രദേശം. ഈ മഴ തുടരുകയാണ്. ഈ പ്രദേശത്ത് കോഴിക്കോട് ജില്ലയിൽ കനത്ത മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ മലയോര മേഖലയെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. നമുക്കറിയാവുന്ന നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന പോലെ ഈ മുഴുവനായും ചുറ്റുപാടും മലകൾ ഉള്ള ഒരു പ്രദേശം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ തന്നെ ഈ സമീപ പ്രദേശങ്ങളിൽ 21 കുടുംബങ്ങളാണെങ്കിൽ പോലും മറ്റും ചുറ്റു പ്രദേശങ്ങളിലും ഒരുപാട് വീടുകളുണ്ട്. ഇവരൊക്കെ തന്നെ ഒരു ഭീതിയിൽ തന്നെയാണ്. എത്രയും പെട്ടെന്ന് അധികൃതർ ഇതിൽ ഇടപെടണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉയരുന്നത്.